നമസ്കാരം. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഡൽഹി എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് 33 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത്. 2004-2014 കാലഘട്ടത്തിൽ തുടർച്ചയായി 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1932 സെപ്റ്റംബർ 26-ന് ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹ് എന്ന ഗ്രാമത്തിലായിരുന്നു ഈ കുടുംബം ജീവിച്ചിരുന്നത്. 1947-ലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഗുർമുഖിന്റെ കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി. മൻമോഹൻ സിംഗ് വളർന്നത് അമൃത്സറിലായിരുന്നു. വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയതിനാൽ അച്ഛന്റെ അമ്മയാണ് കുട്ടിയായിരുന്ന മൻമോഹൻ സിംഗിനെ വളർത്തിയത്. പഠനത്തിൽ മിടുക്കനായിരുന്നതുകൊണ്ട് സ്കോളർഷിപ്പുകൾ നേടിയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഉന്നത പഠനത്തിനായി പഞ്ചാബ് സർവകലാശാലയിൽ ചേർന്നു. അവിടെ നിന്നും ഉന്നത മാർക്കോടെ MA പാസ്സായി. 1954-ൽ PhD പഠനത്തിനായി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ചു. ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ സിംഗ് സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രിയായി 2004 മെയ് 22-ന് അധികാരമേറ്റ മൻമോഹൻ സിംഗ് 2009-ൽ വീണ്ടും പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ പദവിയിൽ തുടർന്നു. 1991-96 കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ധനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മൻമോഹൻ സിംഗ് നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് രാജ്യ പുരോഗതിയിൽ നിർണായകമായത്. 1991 മുതൽ രാജ്യസഭാ അംഗമായ മൻമോഹൻ സിംഗ് 1998 മുതൽ 2004 വരെ സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യസഭാ അംഗത്വം ഒഴിഞ്ഞതിനു ശേഷം വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം.